ന്യൂയോർക്ക് എത്തി അവിടുത്തെ അതേ കുലുക്ക. അടിപൊളി. ന്യൂയോർക്കിലും ഇപ്പോൾ പൊട്ടിപ്പൊളഞ്ഞ റോഡാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതും ഈ റോഡാണ്. ഈ കേരളത്തിലെ റോഡുകളുടെ ന്യൂയോർക്ക് നിലവാരം അറിയാൻ മുഖ്യമന്ത്രി സ്ഥിരമായി തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, ആ റൂട്ടൊന്ന് മാറ്റി പിടിച്ചാൽ മതി. എന്താണ് നിലവാരം എന്നറിയാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ തുരങ്കമില്ലേ, കുതിരാൻ തുരങ്കം, ആ തുരങ്കത്തെ കൂടി യാത്ര ചെയ്ത ഒരു ന്യൂയോർക്കിൽ താമസിക്കുന്ന കുടുംബം ആശ്ചര്യപ്പെടുകയാണ് അവര്. എന്തൊരു മാറ്റം! ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇങ്ങനെ റോഡില്ലാലോ ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് അവർ പറഞ്ഞത്. അത്ര സുന്ദരമായ റോഡ്. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നേ തിരുവനന്തപുരം എയർപോർട്ടിൽ വരുന്നവർ ഉപയോഗിക്കുന്ന റോഡല്ലേ ഇത്? തീർച്ചയായിട്ടും ഈ റോഡാണല്ലോ. തമിഴ്നാട്, കന്യാകുമാരി, നാഗർകോവിൽ നിന്നൊക്കെ വരുന്നവർ ഈ റോഡാണ് ഉപയോഗിക്കുന്നത്. അവർ ഈ റോഡിനിപ്പം ന്യൂയോർക്ക് നിലവാരമായതുകൊണ്ട് അപ്പോൾ അവരെല്ലാം ചുറ്റിക്കറങ്ങി ചാക്ക വഴിയാണ് പോകുന്നത്. ഓ, അപ്പോൾ ദൂരം കൂടി പണിയായി. ഈ റോഡൊന്ന് കണ്ടേക്കാം നമുക്ക്. ഇതാണ് റോഡ്. ഈ റോഡിൽ ടാറൊന്നും ഇല്ലല്ലോ. വെള്ളക്കെട്ടില് മൊത്തം ടാറും പോയി. ഇപ്പൊ സർക്കാരിന് വേണമെങ്കിൽ മത്സ്യകൃഷി നടത്താം. അതെ അതെ. അപ്പോൾ ഈ റോഡ് കാണാൻ ഇറങ്ങിയപ്പോഴാണ് റോഡ് വഴി സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളെ കണ്ടത്. എങ്ങനെയുണ്ട് റോഡ്? റോഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തല്ല, ഇത് വർഷങ്ങളായിട്ട് കിടക്കുന്നതാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ വലിയതുറ ഒന്ന് റൗണ്ട് ചെയ്താൽ മതി, ദീപായി മാറിപ്പോണ്ട് വലിയതുറ. മന്ത്രി വരത്തില്ലല്ലോ നമ്മുടെ എന്തിനാ ആന്റണി രാജു. ആന്റണി രാജു വരത്തില്ലല്ലോ ഇതിൽ, വരത്തില്ല. ഈ മന്ത്രിമാരൊന്നും എയർപോർട്ടിൽ ഇതുവഴിയല്ല ഇതിൽ അവർക്ക് വേറെ വഴിയുണ്ട്, പോകാൻ വേറെ വഴിയുണ്ടാവും. എത്ര ആൾക്കാർ വീണിട്ടുണ്ടെന്ന് അറിയാം ഇവിടെ, എത്ര ആൾക്കാർ. ഈ 4 വീലർ പോണ സ്പീഡാണ്. ഇത് PWD റോഡല്ലേ? അതെ, നമ്മുടെ MLA റോഡാണിത്. നമ്മൾ പറയേണ്ടവരടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, എന്ത് കൊടുത്തിട്ടുണ്ട്? ടെൻഡർ കൊടുത്തിട്ടുണ്ട്. ടെൻഡർ ഇത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇതാണ് ന്യൂയോർക്കിൻ്റെ റോഡ്. അപ്പോൾ അതേ ന്യൂയോർക്ക് പോയിട്ടില്ല, മനസ്സിലായില്ല. ന്യൂയോർക്ക് പോയിട്ടുണ്ടെങ്കിൽ റോഡ് മനസ്സിലാവുമായിരുന്നു. ഞാൻ 18 വർഷം ഗൾഫിൽ നിന്നിട്ടുള്ളതാണ്, മനസ്സിലായില്ലേ. അവിടെ പോയി കണ്ടാൽ മതി, ന്യൂയോർക്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിക്ക് അവിടെ പോകണതാണ് ഇഷ്ടം, മനസ്സിലായില്ലേ. നമ്മളെ ഈ രാജ്യത്ത് കിടക്കണമെങ്കിൽ അവിടെ പോയി കിടക്കണം. ഈ ഗവൺമെൻറ് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഒരു ഇതുമില്ല. എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതൊരു മരണക്കുഴിയെന്നാണ് ഓരോരുത്തരും പറഞ്ഞ് പേടിച്ച്. എനിക്കിവിടെ വരുന്ന അത്രയും കസ്റ്റമർ പെണ്ണുങ്ങളാണ്. അപ്പോൾ അവരാരും ഈ പരിസരത്തെ വരാറില്ല. അപ്പോൾ ഈ കടയുടെ വാടക വരെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കല്ലൊക്കെ അടിച്ച് എൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടി അങ്ങനെ പുതിയതൊക്കെയാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത് തന്നെ. നമ്മുടെ സ്ഥലം MLAയും മുൻ മന്ത്രിയുമായ ആന്റണി രാജു ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ, ഒന്ന് വിളിച്ചു നോക്കാം. ടാറിങ്ങിനുള്ള നടപടികൾ എന്താണ്? നല്ല രീതിയിലുള്ള ഒരു പാച്ച് വർക്ക് ഉടൻ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 2 ആഴ്ചക്ക് ആരംഭിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും മറ്റേത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു വർക്ക്, ഇപ്പൊ 5ാമത്തെ പ്രാവശ്യം ടെൻഡർ ചെയ്ത വർക്ക് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2-3 മാസത്തിനുള്ളിൽ അത് തുടങ്ങാൻ പറ്റും. ഇത് വന്നിട്ട് എയർപോർട്ടിന്റെ മുൻഭാഗമാണ്. ഇവിടെ നിന്നാണ് മെയിൻ ആയിട്ടുള്ള സവാരി ഫുള്ളും പോകുന്നത്. മുഖ്യമന്ത്രി വന്നു പോകുന്ന റോഡാണിത്. ചുമ്മാതെ കല്ലും മണ്ണ് ഇട്ടിട്ട് കാര്യമില്ല, ചെയ്യുവാണെങ്കിൽ നല്ല രീതിക്ക് ചെയ്യണം. നാട്ടുകാരനുഭവിക്കുന്ന റോഡുകളുടെ ന്യൂയോർക്ക് നിലവാരം എന്താണെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി കാണും. ഇനി കുഴിയുടെ കാര്യം. ന്യൂയോർക്ക് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ റോഡുകളിൽ സഞ്ചരിച്ച ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നവർക്ക് മുന്നിൽ കാണുന്നത് ഈ നിലവാരമാണ്. പിന്നെ അങ്ങോട്ട് കേരളത്തിൻ്റെ ന്യൂയോർക്ക് നിലവാരത്തിലാണ് യാത്ര. ക്യാമറമാൻ പ്രവീൺ ദാസിനും രതീഷ് വെൺപകലിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.